കർണാടകയിലെ ഗോകർണത്തിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് അപകടം 7 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സൂചന. അങ്കോള ഷിരാളി റോഡിലാണ് അപകടമുണ്ടായത്. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അരുൺ. ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം. ഇത് ഇന്ന് രാവിലെയാണ് ഈ വലിയ മണ്ണിടിച്ചിലും ഈ അപകടവും ഉണ്ടായത്. അങ്കോള ഷിരാലി റോഡാണ് ഇത്. ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ രാവിലെ ഇത്തരത്തിൽ വ്യാപകമായി മണ്ണിടിച്ചിൽ, ഈ റോഡ് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ആ സമയത്ത് 2 വാഹനങ്ങളാണ് പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഒരു റോഡിന്റെ ഒരു വശത്ത് പുഴയാണ്. അതുകൊണ്ട് തന്നെ വിശ്രമത്തിനൊക്കെയായി യാത്രക്കാർ പലപ്പോഴും ഈ സ്ഥലത്തെ ആശ്രയിക്കാറുണ്ട്. അവിടെ റോഡരികിൽ വാഹനം നിർത്തി വിശ്രമിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ ചെയ്യാറുണ്ട് എന്നതാണ് അവിടുന്ന് പ്രാദേശികമായി പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായി. ഈ ഒരു കുടുംബത്തിലെ 5 പേർ അപകടത്തിൽപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടാങ്കർ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ 7 പേർ മണ്ണിനടിയിൽപ്പെട്ടു. അതിൽ 3 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഒടുവിലായി ലഭിക്കുന്നത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDRF അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ ഈ മണ്ണ് പൂർണ്ണമായി നീക്കിക്കൊണ്ട് തെരച്ചിൽ നടത്തുന്നത്. ദേശീയപാതയിൽ ഗതാഗതവും മണിക്കൂറുകളായി ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഗോകർണത്തിന് സമീപമാണ് മണ്ണിടിഞ്ഞ് 3 പേർ മരിച്ചതായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്.